നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് ഞാൻ ഈ ഉടുത്ത സാരികളെ പോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. ഇത് നമ്മളുടെ ഇവിടെ ഡിസൈൻ ചെയ്തെടുത്ത ഒരു റണ്ണിങ് മെറ്റീരിയലാണ്. ഇത് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതിങ്ങനെ സിൽക്കി ഫാബ്രിക്കായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിലോട്ടാണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് കട്ട് ബീഡുകൾ ചേർത്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. പല്ലുവിൻ്റെ രണ്ട് കോർണറിലേക്കും ഈ ഒരു വർക്ക് കൊടുത്തു, യോക്ക് പോർഷനിലേക്കും വർക്ക് കൊടുത്തു, സ്ലീവിൻ്റെ എൻഡിലേക്കും കൊടുത്തു, പിന്നെ ബ്ലൗസിൻ്റെ ബാക്കിലോട്ടും കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് ഇതിപ്പോൾ ഒരു 6.5 മീറ്റർ മെറ്റീരിയൽ ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടും. പിന്നെ വരുന്ന എക്സ്ട്രായാണ് നമ്മളുടെ ഈ ഹാൻഡ് വർക്ക്. ഈ ഹാൻഡ് വർക്ക് തന്നെയാണ്, ആഡ് ഓൺ വർക്കുകളാണ് നമുക്ക് സാരി എപ്പോഴും പ്രീമിയം ആക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എലഗൻ്റ് ആയിട്ടുള്ള സാരി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസാണ് ഇപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നോക്കിയേ, നമുക്ക് ഈ സാരി എങ്ങനെ മേക്ക് ചെയ്യാമെന്നുള്ളത് റണ്ണിങ് മെറ്റീരിയലാണ്. ഇത് പെർ മീറ്റർ 156 വരുന്നേ ഉള്ളൂ. അപ്പം ഇത് ഓൾറെഡി നമുക്ക് പ്ലെയിൻ ആ ഒരു മെറ്റീരിയലാണ്. ഇത് വരുമ്പോഴേക്കും കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ളൊരു വെൽവെറ്റ് ഓർഗൻസ മെറ്റീരിയലാണ്. നല്ല മെറൂൺ ഷെയ്ഡിലേക്ക് 5.5 മീറ്റർ അല്ലെങ്കിൽ 6.5 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്രിയേഷൻ അനുസരിച്ച് നമുക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ ആപ്ലിക് വർക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യാം, കട്ട് വർക്ക് ചെയ്യാം. ടോയിൻ കട്ട് വർക്കൊക്കെ ഈസിലി ചെയ്തെടുക്കാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽസാണ്. ഇത്തരത്തിലുള്ള വർക്ക് തന്നെ നമുക്ക് യോക്കിലോട്ട് കൊടുത്തിട്ട് ചുരിദാർ സെറ്റായിട്ടും സ്റ്റിച്ച് ചെയ്യാം. ഇത് വരുമ്പോഴേക്കും ഒരു ഏലക്ക ഗ്രീൻ പേസ്റ്റൽ കളറിലേക്കായി. സെയിം മെറ്റീരിയൽ 44 ഇഞ്ച് വീതി വരുന്നു. 6.5 മീറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കോൺട്രാസ്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ കളറിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഇതൊരു പ്രീമിയം ഫാബ്രിക്കാണ്. ഇതൊരു ചെറിയ ഷിമ്മറി എഫക്റ്റ് ഒക്കെ വന്നിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇത് നല്ല ഫ്ലോയാണ്. ഇത് 176 ആണ്, 176 ബഡ്ജറ്റ് റേഞ്ചാണ് എല്ലാത്തിനും. കണ്ടോ, നല്ല ഷിമ്മറായിട്ട് വരുന്ന ഒരു പാർട്ടി വെയറാണ്. ഇതൊക്കെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും, ഒരു ഗൗണായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. ലാവൻഡർ കളറ്. ഇത് തന്നെ നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പോൾ ഒരു 2.5 2 5 മീറ്ററും പിന്നെ 2.25 മീറ്ററോടെ എടുത്താൽ 7.5 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട വിത്ത് ഹാൻഡ് വർക്കായിട്ട് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് ഒരു 1000 റുപ്പീസിന് താഴെ മെറ്റീരിയലും വരും. പിന്നെ നമുക്ക് വർക്കുകൾക്ക് അനുസരിച്ചിട്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസാണ്. ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോറിൽ ഇപ്പോഴൊക്കെയാണ് അങ്ങ് നല്ല രീതിയിൽ സെറ്റായി വന്നേ. വീണ്ടും പൗഡർ ബ്ലൂ, ഇത് നോക്കൂ, നല്ല ബാപ്റ്റിസം, അതിനൊക്കെ പറ്റിയിട്ട് കണ്ടോ, നല്ല ഭംഗിയുള്ള റണ്ണിങ് മെറ്റീരിയലാണ്. 2 സൈഡ് ഫിനിഷ്ഡാണ്. ഇതെല്ലാം 156. പിന്നെ ഒരു മെറ്റീരിയൽ വന്ന 176. പിന്നെ മേലെ ഇരിക്കുന്ന ക്രഷ്ഡ് എടുത്താടാ, ബ്രിക്ക് കളറ്. ഇത് നോക്കൂ, ഷിമ്മർ, നല്ല അടിപൊളി ഷിമ്മർ മെറ്റീരിയൽ. ഇത് വീണ്ടും ക്രഷ്ഡായിട്ട് വന്നിട്ടുള്ള ഓർഗൻസ, 44 ഇഞ്ച് വീതി. ഇതൊക്കെ ഇപ്പം നല്ല ട്രെൻഡിയാണ്. 19 വെറും 96. ആഹാ, കണ്ടോ, ബിലോ 100 റുപ്പീസിലും ക്രഷ്ഡ്. ഇതുപോലെ എന്തെങ്കിലും ചേർന്ന് പോകുന്ന ഒരു സെമി കോൺട്രാസ്റ്റ് നല്ല ചില്ലി റെഡ് വേണമെങ്കിൽ വർക്ക് കൊടുക്കാം. അതെ, ജസ്റ്റ് സ്കാലോപ്പ് കൊടുത്തിട്ട് ഒരു ഒറ്റ ലെയർ, ഇപ്പം ഞാൻ ഈ സാരിക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ സ്കാലോപ്പ് കൊടുക്കാം. സിമ്പിളായിട്ടാണ് വേണ്ടത്. പിന്നെ ഇനി ഒരു പ്രിൻറ്റഡ് ബ്ലൗസാണ് അല്ലെങ്കിൽ വർക്ക് ബ്ലൗസാണ്, അങ്ങനെയാണെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്ന എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്താൽ മതി. ഇതുപോലെ സ്കാലോപ്പ് കൊടുക്കാം. ഇപ്പോൾ നമ്മളിൽ എല്ലാവരിലും ഉറങ്ങി കിടക്കുന്ന ഒരുപാട് ഡിസൈനേഴ്സിൻ്റെ കഴിവുകളുണ്ട്. കാരണം എല്ലാവരും തന്നെ ഇപ്പോൾ ഓരോ ഐഡിയ ആയിട്ടാണ് വരുന്നത്, പിൻട്രസ്റ്റൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളിങ്ങനെ റണ്ണിങ് മെറ്റീരിയൽസ് ഏതൊരു സമയത്തും പൂണൂലിനെ കുറിച്ച് ചോദിച്ചാൽ അറിയാം. റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഒരു വാസ്റ്റ് കളക്ഷനാണ്. ഇതാ നോക്കൂ, നല്ല മുന്തിരി കളറ്, ഞാറക്ക കളർ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ജോർജറ്റാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. ഇത് പെർ മീറ്റർ 76 ഉള്ളൂ. കൂടിയ ടൈപ്പ് ജോർജറ്റാണ്. ഇങ്ങനെ ആ പോളിസ്റ്റർ മിക്സ് അല്ലാത്ത രീതിയിൽ വിസ്കോസ് പോലെ വന്നിട്ട്, ഇതൊക്കെ എന്താ പറയണേ, ജസ്റ്റ് ഇപ്പം എന്തെങ്കിലും ഒരു ഗോൾഡൻ, അതെ, സാരിയൊക്കെ അസാധ്യം. ഇന്ന് നോക്കിയേ, ഇതുപോലെ ഒരു വർക്ക് യോക്ക് പോർഷനിൽ മാത്രമേ ജെറ്റ് ബ്ലാക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഭംഗിയായിരിക്കും. ഉള്ള ഹാൻഡ് വർക്ക് ബേസ് മെറ്റീരിയൽ ഇത്.
നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെല്ലാം നമ്മളെ റണ്ണിങ് മെറ്റീരിയൽ പുണ്ണോളിൽ വന്ന റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് ജസ്റ്റ് ഇപ്പം വീട്ടിലിരുന്ന് ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്കായാലും നിങ്ങളുടെ ഭാവനകൾ വികസിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഇനി ഇപ്പം എല്ലാം ബിലോ 100 ആണ് ഞാൻ കാണിച്ചത്. ഇനിയുണ്ട് കേട്ടോ ഒരു 200, 300, അത് വേറെ സെക്ഷനിലാണ്. ഇപ്പം ഈ ഇരിക്കുന്നിടത്ത് ഇനി ഈ വരുന്ന ഒരു മെറ്റീരിയൽ പ്രീമിയം മെറ്റീരിയലാണ്, പ്യുവർ സിൽക്ക്. നമ്മളിപ്പോൾ കാഞ്ചീപുരത്തിൻ്റെയൊക്കെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് വരുന്നതാണ്. ഇത് 1196 ആണ്. ബിലോ 200 ഒറ്റ ചാടം ചാടിയെന്ന് വിചാരിക്കരുത്. അതിൻ്റെ മിഡിലൊക്കെ ഒരുപാട് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട്. പക്ഷേ ഈ ഒരു സെക്ഷനിലേക്ക് ഇതാണ്. ഇതൊക്കെ പ്യുവർ സിൽക്ക്. ഈ പ്യുവർ സിൽക്ക് കൂടുതലായിട്ടും ടോപ്പിൻ്റെ മെറ്റീരിയലായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയ ഏതെങ്കിലുമൊക്കെ ബ്ലൗസ് സാരീസ്, കാഞ്ചീപുരം സിൽക്ക് സാരീസൊക്കെ സാരി നല്ലതായിരിക്കും, ബ്ലൗസ് ചിലപ്പം ടൈറ്റായിന്ന് വരാം, അല്ലെങ്കിൽ പിഞ്ചിന്ന് വരാം. അങ്ങനെയൊക്കെ വരുന്നവർക്ക് നമുക്ക് ഒരു കുറച്ച് പ്രീമിയം ഫാബ്രിക് ഈ കാഞ്ചീപുരത്തിലേക്ക് വരുന്ന അതേ കളറുകളാണ്. നല്ല ഹോട്ട് റാണി പിങ്ക്, ഇത് ബ്ലൂ കളറിലേക്ക് പ്യുവർ സിൽക്ക്. അതുപോലെ കേരള സാരിയുടെ കൂടെ ബ്ലൗസായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നോക്കിയേ മാമ്പഴ മഞ്ഞ കളറ്, മുന്തിരി കളറ്, പിന്നെ ലാവൻഡർ, പിന്നെ ഇതിൻ്റെ തന്നെ ഒരു എല്ലാ ഷെയ്ഡും ഉണ്ട്. പ്യുവർ സിൽക്കിലേക്ക് ഗ്രീൻ, നേവി ബ്ലൂ, 1196 ആണ്. സഫയർ ഗ്രീൻ, നല്ല ഹോട്ട് റാണി പിങ്ക്, ഒരു വയലറ്റ് പർപ്പിൾ, ഇത് വാടാമല്ലി, ഇത് നോക്കൂ ബാഗണ്ടി കളറ്, വാവ് ഓറഞ്ച്, ഇത് നേവി ബ്ലൂ. ഇതെല്ലാം പ്യുവർ സിൽക്കാണ്. ഇത് ഇങ്ങനെ പ്രീമിയം കാറ്റഗറിയാണ്. ഇത് ജെൻസിൻ്റെ ഷർട്ടിലേക്കും പോകുന്നുണ്ട്. ഇനി നമ്മളുടെ ഒരു പ്രീമിയം ഫാബ്രിക്കായിട്ട് വരുന്ന ടെസർ മെറ്റീരിയൽസ് ആണ്. അതിലേക്ക് നമുക്ക് ബുട്ട വർക്ക് വരുന്നുണ്ട്, സ്ട്രൈപ്സ് വരുന്നുണ്ട്, എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഒരു പ്രീമിയം ആയിട്ടുള്ള നമ്മളുടെ ഒരു ഒക്കേഷൻസിലേക്ക് പ്രീമിയം ഫാബ്രിക്കിനെ തന്നെ ചേർത്ത് വെക്കണം എന്നുള്ളവർക്ക് പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട്. റോയൽ മെറ്റീരിയലാണ്. ദേശി ടെസറിലേക്കും 2 പ്ലൈ വന്നിട്ടുള്ള ടെസർ വരുന്നുണ്ട്. ദേശി ടെസർ 2 പ്ലൈ, 4 പ്ലൈ, 3 പ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൗണ്ടിനനുസരിച്ചാണ് റേറ്റിലും വേരിയേഷൻ വരുന്നത്. ടെസർ വരുമ്പോഴേക്കും ആവറേജ് ഒരു 800 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. പിന്നെ വർക്ക് വരുമ്പോഴേക്കും അതിനനുസരിച്ച് 1500 വരെ 1800 വരെ എല്ലാ തരത്തിലുള്ള പ്രീമിയം ആയിട്ടുള്ള സാരീസും. പ്ലെയിൻ വരുന്നത് 496. അതിനനുസരിച്ച് കാറ്റഗറിയിൽ ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. എല്ലാ റേഞ്ചിലുള്ള സാരീസിൻ്റെയും റണ്ണിങ് മെറ്റീരിയൽസിൻ്റെയും കളക്ഷൻസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോ കാണിക്കാം. എല്ലാവരും പൂണോളിൽ സിൽക്സ് വിസിറ്റ് ചെയ്യണം. ഒരുപാട് പേര് സ്നേഹത്തോടെ വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ടെസ്റ്റിമോണിയിലൊക്കെ എങ്ങനെ ഇടണമെന്ന് വിചാരിക്കും, പക്ഷെ എല്ലാവരും വന്ന് കണ്ട് നമുക്ക് ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും എല്ലാവരും പൂണോളിൽ സിൽക്സ് സപ്പോർട്ട് ചെയ്യുക. താങ്ക്